തീർച്ചയായിട്ടും നിങ്ങൾ അടിവരയിടുകയാണ്. കച്ചവടം നടക്കുക മാത്രമല്ല, അവിടെ കമ്മ്യൂണിക്കേഷൻ കൂടി നടക്കുന്നുണ്ട്. ആളുകൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട്, സമ്പർക്കം പുലർത്താൻ പറ്റുന്നുണ്ട്. നമുക്ക് മനുഷ്യരോട് കച്ചവടം ചെയ്യുന്ന ആളുകൾ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക മാത്രമല്ല, അതിനപ്പുറത്തേക്ക് അവർ സംസാരിക്കുന്നുണ്ട്, നല്ല ഹൃദയങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ഒരു സാധനം വാങ്ങാൻ വേണ്ടി ഒരാൾ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും നല്ലത് പൊതിഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ്. യഥാർത്ഥത്തിൽ അതെന്താണ്? നമ്മുടെ സ്നേഹമാണ്. നമ്മൾ വാങ്ങുമ്പോൾ ഏറ്റവും മികച്ചത് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ആ വ്യക്തിയിൽ നിന്ന് മികച്ചത് ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അത് തന്നെയാണ് ഒരു പഞ്ചായത്ത് സമിതിയെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനുള്ളത്, ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനുള്ളത്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഘടനകൾ, പ്രത്യേകിച്ച് ഗവൺമെന്റ് മേഖലയിൽ ഉൾപ്പെടെയുള്ള ഘടനകളിലൂടെ ആളുകൾ ആഗ്രഹിക്കുന്നത് എന്താ? ഏറ്റവും മികച്ചത് രൂപീകരിക്കുക എന്നുള്ളതാണ്, ഏറ്റവും മികച്ചത് നാടിന് കൊടുക്കുക എന്നുള്ളതാണ്, ഏറ്റവും മികച്ച രൂപത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വില്ലേജ് ഹാറ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുള്ള ഈ മേൽക്കൂര ഇവിടെ മാത്രമല്ല വെക്കേണ്ടത്, ഈ പഞ്ചായത്തിന്റെ മുകളിൽ വെക്കുന്ന നല്ല കിരീടമായിട്ട്, നല്ല തലപ്പാവായിട്ട് അത് മാറട്ടെ എന്നാണ് എനിക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനുള്ളത്. അതിനാണ് നിങ്ങൾ ഇവിടെ നേതൃത്വം നൽകുന്നത്. മാത്രമല്ല, ഇപ്പം ഇവിടേക്ക് കാര്യം വന്നപ്പോൾ അമ്മമാരൊക്കെ കൈപിടിച്ചിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അവരൊക്കെ കൈപിടിച്ചിട്ടാണ് നമ്മളൊക്കെ ഒരുമിച്ച് ഇതിലൂടെ നടന്നത്. നിങ്ങളൊക്കെ കാണുന്ന പ്രതീക്ഷകളായിട്ട് മാറാൻ സാധിക്കുകയാണ് നമുക്കൊക്കെ. അപ്പോൾ ഈ ഇങ്ങോട്ട് പരിപാടിക്ക് വരാൻ 10 മണിയാണ് പറഞ്ഞത്, 12 മണിയായി. 2-3 നല്ല വീടുകളിൽ കയറേണ്ടി വന്നു. അപ്പോൾ അമ്മമാരെ കൈപിടിച്ചിട്ട് അവരുടെ ഒരു സ്നേഹമുണ്ട്, വാത്സല്യമുണ്ട്, പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം യഥാർത്ഥത്തിൽ ഇങ്ങനെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഏതൊരു ജനപ്രതിനിധിക്കും അങ്ങനെ തന്നെയാണ്. ഒരു വാർഡ് മെമ്പർ മുതൽ ഒരു പാർലമെന്റിലേക്ക് നിൽക്കുന്ന ഒരു പാർലമെന്റേറിയനെ പോലും, ഒരു MP പോലും അതിന്റെ ഉത്തരവാദിത്തമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 100% ഉൾക്കൊള്ളുന്നു. തുറയൂർ പഞ്ചായത്തിലെ സമഗ്രമായിട്ടുള്ള വികസനത്തിന് വേണ്ടിയിട്ടുള്ള എന്നാലാവുന്ന പരമാവധി കാര്യങ്ങൾ ഞാൻ ചെയ്യും. കഴിഞ്ഞ ദിവസം നിങ്ങളുടെ വാർഡ് മെമ്പറോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ നിങ്ങൾക്ക് കാത്തുനിൽക്കുന്ന പദ്ധതികളുണ്ട്. അതുമൊക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്കഷൻ ഇതിന്റെ പ്രധാനപ്പെട്ട ആളുകൾ, ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ആയിട്ട് വിളിച്ചു ചേർത്ത് നടത്തിയിട്ടുണ്ടായിരുന്നു. ഭാവിയിൽ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിശദീകരണം നിങ്ങൾക്കൊക്കെ നൽകാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു വെയിൽ, ഒരു കൂടാരം നമ്മുടെ മുകളിൽ നമ്മളെ വെയിലിൽ നിന്നും മഴയിൽ നിന്നും ഒക്കെ സംരക്ഷിക്കുന്ന ഒരു മേൽക്കൂര, ഒരു ഹാറ്റ്, ഒരു കിരീടം, തൊപ്പി എന്ന് ഞാൻ അതിന് പറയുന്നില്ല, അതിനേക്കാളും അപ്പുറത്തേക്ക് ഒരു ക്രൗണാണ്. ക്രൗൺ എന്ന് പറയുമ്പോൾ ഒരു കിരീടമാണ്. അങ്ങനെ ഒരു നല്ല കിരീടമായിട്ട് നമ്മുടെ നാടിന്റെ മുകളിൽ ചൂടി വെക്കാൻ പറ്റുന്ന പ്രവർത്തനങ്ങളുമായിട്ട് പഞ്ചായത്ത് ഭരണസമിതിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നാടിന് സമഗ്രമായിട്ടുള്ള ഒരു സംഭാവനയായിട്ട് ഈ പദ്ധതി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് അറിയിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്.